ഹായ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിഗൽ. ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റി ഏകദേശം ഒരു 300 പോയിന്റിന് മുകളിൽ റാലി രേഖപ്പെടുത്തിയിരുന്നു. IT സെക്ടർ 4% റാലി രേഖപ്പെടുത്തിയിരുന്നു. LNT മൈൻട്രി പോലെയുള്ള കമ്പനീസ് 10% റാലി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ വ്യാഴാഴ്ച ഇടിഞ്ഞ എൻവിഡിയ തന്നെ ഏകദേശം ഒരു 10% റാലി രേഖപ്പെടുത്തിയത് കൊണ്ട് US മാർക്കറ്റും കഴിഞ്ഞ വെള്ളിയാഴ്ച പോസിറ്റീവായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്ന് മുകളിലായ ഒരു നിലയിൽ തന്നെയാണ്. അല്ലാതെ ഒരു ഫോൾ ഒന്നും നിഫ്റ്റിയിലും ഉണ്ടായിട്ടില്ല. FIs കഴിഞ്ഞ ആഴ്ചയിൽ ഹെവി ബയേഴ്സ് ആയിരുന്നു. ഏകദേശം ഒരു 10,000 കോടി രൂപയുടെ അടുത്ത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയത് കൊണ്ടാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ ഇല്ലാത്തത്. അവസാന ദിവസം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളാണ് ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. പക്ഷേ നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലോ ഡെയിലി വൈസ് നോക്കിയാലും വീക്ക്ലി വൈസ് നോക്കിയാലും അത് ഹയർ തന്നെയാണ് ഉള്ളത്. ഇനി ഈ ആഴ്ചയിൽ ഉള്ള ഗ്ലോബൽ ഈവൻറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ തന്നെ കാണാം, കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം 24,900 എന്ന റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഉയർന്ന് 25,247 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതായത് ഏകദേശം ഒരു 330 പോയിന്റ് നിഫ്റ്റി കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ഓപ്പണിങ്ങിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്ലോസിംഗ് വരെ വീക്കിലി അടിസ്ഥാനത്തിൽ ലഭിച്ചു. ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ നിന്ന് തിങ്കളാഴ്ച ഹോളിഡേ ആണ്, ലേബർ ഡേ. തിങ്കളാഴ്ച ദിവസം ചൈനയിൽ നിന്ന് PMI ഡേറ്റയും ജർമ്മനിയിൽ നിന്ന് ജർമ്മൻ റീറ്റെയിൽ സെയിൽസ് ഡേറ്റയും വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് PMI ഡേറ്റ വരുന്നുണ്ട്. സമയം സൈഡിലുണ്ട്. സെപ്റ്റംബർ 3 US നിന്ന് മാനുഫാക്ചറിംഗ് PMI ഡേറ്റ വരുന്നുണ്ട്. സെപ്റ്റംബർ 4 യൂറോസോണിൽ നിന്ന് സർവീസ് PMI ഡേറ്റ വരുന്നുണ്ട്. സെപ്റ്റംബർ 5 US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. അതാണ് ഈ ഒരു ആഴ്ചയിലെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ഈവൻറ്റ്. കൂടാതെ സെപ്റ്റംബർ 6 US നിന്ന് നോൺ ഫാം പേറോൾ ഡേറ്റ വരുന്നുണ്ട്. അത് ഹയർ ഇമ്പോർട്ടൻ്റ് റേറ്റ് ഉള്ളതാണ്. കൂടാതെ യൂറോസോണിൽ നിന്ന് GDP ഡേറ്റ വരുന്നത് 2:30 PM അപ്പോൾ യൂറോസോണിൻ്റെ GDP US നിന്ന് മാനുഫാക്ചറിംഗ് PMI, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, നോൺ ഫാം പേറോൾ ഡേറ്റ തുടങ്ങിയ ഡേറ്റാസാണ് ഈ ഒരു ആഴ്ചയിലെ വിപണിയിലെ ഏറ്റവും വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധ്യതയുള്ള ഈവൻറ്റുകൾ. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി ബിറ്റ്കോയിൻ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ നോക്കാം. US വിക്സ് ഏകദേശം 6% ഇടിഞ്ഞ് 13.32, അതായത് ഇന്ത്യൻ വിക്സിൻ്റെ അനുപാതികമായിട്ട് US വിക്സ് എത്തിയിട്ടുണ്ട്. വിക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുണ്ടാകുന്ന ചാഞ്ചാട്ട സാധ്യതകളെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡെക്സാണ്. ഇന്ത്യ വിക്സും ഉണ്ട്, US വിക്സും ഉണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും വിക്സ് ഉണ്ട്. നാസ്ഡാക്ക് കാണാം ഏകദേശം ഒരു 200 പോയിന്റിൻ്റെ അടുത്ത് റാലി, ഡോയും 228 പോയിന്റിൻ്റെ റാലി. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റാണ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ എന്നാൽ സ്ലൈറ്റ്ലി ഒരു ഫ്ലാറ്റായ രീതിയിൽ, നെഗറ്റീവായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് അതിന് മുകളിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏഷ്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ആണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് നോക്കാം. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,503 പെർ ഔൺസ്, അതായത് 2,500 മേജർ ഒരു സപ്പോർട്ട് സോണായിട്ട് ഗോൾഡ് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം $17 പെർ ഔൺസിന് ഗോൾഡ് ഫോൾ ആയിട്ടുള്ളത്. ഇനി FIസിൻ്റെയും DIസിൻ്റെയും ആക്ടിവിറ്റീസ് നോക്കാം. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലുടനീളം തിങ്കളാഴ്ച ദിവസം 1,870 കോടി രൂപ ബൈ, ചൊവ്വാഴ്ച ദിവസം സെല്ല്, ബുധനാഴ്ച ദിവസം 439 ബൈ, വ്യാഴാഴ്ച ദിവസം ബൈ, വെള്ളിയാഴ്ച ദിവസം കാണാം 3,198 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ എല്ലാ ആഴ്ചയിലുടനീളം അവർ പോസിറ്റീവായിരുന്നു. അവർ ബുധനാഴ്ച ദിവസം 1,347 കോടി രൂപയുടെ സെല്ല് നടത്തിയത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. വെള്ളിയാഴ്ച ദിവസം കാണാം 5,318 കോടി രൂപയുടെ ബൈയിങ് ആണ്. ഇതിൽ ബ്ലോക്ക് ഡീലുകൾ ഉണ്ടാവാം എങ്കിലും അവർ ഹെവി ആയിട്ട് ബൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ FIസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. IT സെക്ടർ ഇന്ത്യൻ മാർക്കറ്റിൽ തിരികെ എത്തിയിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളും എല്ലാം തന്നെ അവിടെ നിലവിലുണ്ട്. എങ്കിലും മധ്യസ്ഥ ചർച്ചകളിലൂടെയും മറ്റ് ഉഭയകക്ഷി ചർച്ചകളിലൂടെയും എല്ലാം തന്നെ അത് വലിയ തോതിൽ മാർക്കറ്റിന് ഇമ്പാക്റ്റ് ആവാതെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലും ഇനിയിപ്പോൾ ഈ ആഴ്ചയിലേക്കും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യയുടെയും പല സംസ്ഥാനങ്ങളുടെ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. USലും നവംബർ മാസത്തിലാണ് അവരുടെയും ഇലക്ഷനെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ തവണ USൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 2 മത്സരാർത്ഥികളിൽ ഒരാൾ ബൈഡൻ പിന്മാറി. കൂടാതെ തന്നെ ട്രംപിന്
ആ ഒരു ആക്രമണത്തിന് ശേഷം വലിയ തോതിലല്ല വലിയ തോതിൽ തന്നെ ഒരു മുൻതൂക്കമുണ്ട്. അപ്പോൾ അത് യുഎസിൻ്റെ വിക്സ് ഇപ്പോൾ നമുക്ക് കാണാം 13 ഉള്ളത്. യുഎസ് വിക്സ് 13 ഉണ്ടാകുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് 13 ഉണ്ടാകുന്നത്. പക്ഷേ ആ യുഎസ് വിക്സ് കുതിക്കാനായിട്ടുള്ള ഒരു ഫോളാണ്. അതിനർത്ഥം മാർക്കറ്റ് ഫോൾ ആവുന്നല്ല, ഞാൻ പറയുന്നത് യുഎസിൽ ഉള്ള ആ ഒരു ചാഞ്ചാട്ട സൂചികളെ സൂചിപ്പിക്കുന്ന ആ ഒരു സൂചിക അത് 13 നിന്ന് എന്തായാലും സ്പൈക്ക് ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റിലെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടു 30 എത്തുമെന്ന് നമുക്ക് മുൻകാല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വിക്സിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 30 എത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ കറക്റ്റ് ഇലക്ഷൻ്റെ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റും 30 എത്തി. വിക്സ് 30 എത്തുക അതിനർത്ഥം എന്താ? പ്രീമിയംസ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്യും. ഈവൻ അറ്റ് ദ മണിയിൽ പോലും ഒരു ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് ഇലക്ഷൻ്റെ സമയത്ത് 15,000 രൂപ വേണ്ടി വരുമായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലും വാർത്തകളിലേക്ക് പോകാം. NBCC കമ്പനി 1:2 റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 7-നാണ് അവരുടെ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇമാമി കമ്പനി 49% സ്റ്റേക്ക് ഹെലോസ് ലൈഫ് സ്റ്റൈലിൽ അക്യൂർ ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ന്യൂസ് ഉള്ളത്, അവരുടെ കറവ് EV അവർ ഓൾറെഡി ലോഞ്ച് ചെയ്തു. എന്നാൽ ഇതിൻ്റെ ICV വേർഷൻ 1.2 ലിറ്റർ പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ അവർ ഇറക്കുന്നുണ്ട്. JPT ഇൻഫ്ര കമ്പനി 204 കോടി രൂപയുടെ ഒരു ഓർഡർ സൗത്തേൺ ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്തയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. കിംസ് ഹോസ്പിറ്റലിൽ ഇവർ 28 കോടി രൂപ മുടക്കി സാലിസ് ഹോസ്പിറ്റലിനെ ഇവർ അക്യൂർ ചെയ്തു. വിൻഫോൾ ടാക്സ് ഇന്ത്യയിൽ 1850 റുപ്പീസ് പെർ ടണ്ണിലേക്ക് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ONGC കമ്പനി ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ് ഗ്രീൻ എനർജിക്ക് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ബയോകോൺ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയുടെ മെഡിസിന് യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ബിർള എസ്റ്റേറ്റ് കമ്പനി ഇവർ 133 ഏക്കർ ലാൻഡ് നോയിഡയിൽ അക്യൂർ ചെയ്തിട്ടുണ്ട്. വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അക്യൂർ ചെയ്തിട്ടുള്ളത്. വിപ്രോ ശ്രീകുമാർ റാവു ഇവരുടെ ഗ്ലോബൽ ഹെഡ് ഓഫ് എഞ്ചിനീയറിംഗ് ആയിട്ട് നിയമിതനായി എന്നുള്ള ന്യൂസ്. SCVN, NHPC, റെയിൽടെയിൽ ആൻഡ് സോളാർ എനർജി തുടങ്ങിയ കമ്പനീസിന് ഇന്ത്യ നവരത്ന സ്റ്റാറ്റസ് അവാർഡ് കൊടുത്ത് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. SBIയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ യോനോ 2.0 ആപ്പ് ലോഞ്ച് ചെയ്യുമെന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഉള്ളത്. IT കമ്പനീസിൻ്റെ എല്ലാം തന്നെ അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗ്ലോബൽ മാർക്കറ്റും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നോക്കാനുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് സ്വാഭാവികമായ രീതിയിൽ നിഫ്റ്റിയുടെ എല്ലാം തന്നെ PCR ഏകദേശം ഒരു 1% മുകളിലാണെങ്കിലും നമ്മൾ നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ നിഫ്റ്റിയുടെയും നാളത്തെ എക്സ്പയറി ഉള്ള ബാങ്ക് എക്സിൻ്റെയും ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ബാങ്ക് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം NSE ഉണ്ട്, അതുപോലെ തന്നെ BSE എന്ന് പറയുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ബാങ്കിങ് കമ്പനികളുടെ സൂചികയാണ് ബാങ്ക് എക്സ്. എങ്ങനെയാണോ NSEയിൽ ബാങ്കിങ് കമ്പനികൾ ഇൻഡെക്സ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റി ഉള്ളത്, സമാനമായ രീതിയിലാണ് ബാങ്ക് എക്സ് ഉള്ളത്. ഏകദേശം ഒരു ബാങ്ക് നിഫ്റ്റിയുടെയും ബാങ്ക് എക്സിൻ്റെ സ്പോട്ട് ഓൾമോസ്റ്റ് സിമിലറാണ്. വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റും ഏകദേശം സിമിലറാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ബാങ്ക് എക്സിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര അപരിചിതം, അതായത് സ്ട്രെയിഞ്ച് ഫീൽ തോന്നാനുള്ള സാധ്യതകളില്ല. പക്ഷേ ഈവൻ നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെയധികം പഠിച്ച് മനസ്സിലാക്കി ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരാളുടെ സംശയങ്ങൾ ചോദിച്ച് ആ ഒരു പ്രോസസ്സിലൂടെ ആണ് നമ്മൾ ഓപ്ഷനിലേക്ക് കടക്കേണ്ടത്. ആ ഒരു പ്രോസസ്സിലൂടെ കടന്നിട്ടില്ല എങ്കിൽ നമുക്ക് നഷ്ടം ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ നമ്മളത് ഉറപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താൻ ശ്രമിക്കാം. ഏറെ നാളുകൾക്ക് ശേഷമാണ് വീട്ടിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിൽ സ്പെൻഡ് ചെയ്ത് നാളെ വീണ്ടും ഓഫീസിലേക്ക് തിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു ഓൾ.